അപർണ കേസ് ചേരുന്നു. അപർണ, എന്തായാലും PSC നിർണായക യോഗം ചേരുകയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പൂർണിമ, പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. രണ്ട് അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ PSCയെ സംബന്ധിച്ച് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണമുണ്ട്, കൂടാതെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തന്നെ മറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളും നിയമനങ്ങളിലെ ക്രമക്കേടുകളും ഒക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആഭ്യന്തര വിജിലൻസ്, ഈ PSC തന്നെ നിയോഗിച്ച ആഭ്യന്തര വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതൊക്കെ തന്നെ ഇന്ന് ഈ നടക്കുന്ന ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ്, അതാണ് ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിൽ PSC ആസ്ഥാനത്ത് ഈ യോഗം ആരംഭിക്കുന്നത്. ഈ ആഭ്യന്തര വിജിലൻസ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലെ വിഷയങ്ങൾ, എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ PSC ചെയർമാൻ ഇന്ന് വിശദമാക്കും. എന്തായാലും PSCയെ സംബന്ധിച്ച് വളരെ വലിയ ക്രമക്കേടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കൂടി വരുന്നത്. എന്തായാലും ഈ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്യേണ്ടതില്ല, അതായത് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് PSCക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം PSC ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം മാത്രം നടന്നാൽ മതി എന്നുള്ളൊരു നിലപാടിലാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം, അതായത് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇത്തരത്തിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ആഭ്യന്തര വിജിലൻസിനെ സംബന്ധിച്ച് അവർ കണ്ടെത്തിയ കാര്യങ്ങളാവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. അപർണ, ഈ ഒരു ആഭ്യന്തര വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിൽ തുടരന്വേഷണം വേണമെന്നൊരു ശുപാർശ മുന്നോട്ട് വെച്ചൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാവുക? അരുണിമ, ഈ ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ അടക്കം ഇത്തരത്തിൽ ക്രമക്കേടുകളുണ്ട് എന്ന കണ്ടെത്തലുകളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തുടരന്വേഷണത്തിന് ശുപാർശയുണ്ട്. എന്നാൽ കൂടി അത് ക്രൈംബ്രാഞ്ചിന് ഈ കണ്ടെത്തലുകൾ കൈമാറേണ്ട എന്ന നിലപാട് PSC സ്വീകരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. മറ്റംഗങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞതിനു ശേഷമായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടർ എങ്ങനെ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. PSC ചെയർമാൻ MR ബൈജുവിനെ അടക്കം വിമർശിച്ച് കഴിഞ്ഞ യോഗത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അംഗങ്ങൾ തിരുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ മറ്റംഗങ്ങളുടെ നിലപാട് കൂടി ഈ വിഷയത്തിൽ വളരെ സുപ്രധാനമായി മാറുന്നതായിരിക്കും. എന്തായാലും ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അടക്കം തീരുമാനമുണ്ടാവുക. ശരി, വ്യക്തമാണ്. പരീക്ഷാ ക്രമക്കേട് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതാ PSC നിർണായക യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടൊക്കെ ഈ ഒരു യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാനാണ് സാധ്യത. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS.